ഇല്ല. ആ ഗോളി ശരിയല്ല, ഫോർവേഡും ശരിയല്ല, ബാക്കും ശരിയല്ല. ആ ഗോളിനെ അങ്ങോട്ട് മാറ്റുക, ആ ഫോർവേഡും അങ്ങോട്ട് മാറ്റുക. പ്രശ്നത്തിൽ തെളിയുന്നത് അങ്ങനെയാ. പ്രശ്നപരിഹാരം കൊണ്ട് നടക്കുകയാണ് നമ്മുടെ രാജ്യം. അതായത് ഏറ്റവും കൂടുതൽ രാജ്യത്ത് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. എന്നാലുണ്ടല്ലോ ഏറ്റവും വലിയ തോൽവി ഇന്ന് ആ ഒരു കാര്യത്തിലാണ് ഏറ്റവും വലിയ തോൽവി. ഫുട്ബോൾ എന്ന് പറയുന്ന മേഖല നോക്കിയാൽ ഏറ്റവും വലിയ തോൽവി. 153 സ്ഥാനത്ത് നടക്കണം ഹോങ്കോങ്ങോ ഏതൊരു ടീമായിട്ട് ഇന്നലെയും തോറ്റു ഇന്ത്യ. എന്ന് വരും മറ്റേ പാട്ട് പാടേണ്ടി വരും. എന്ന് വരും നീ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പറഞ്ഞു വരും. കാരണം ഉണ്ടല്ലോ, ഞാൻ ഇന്ത്യൻ ടീമിനെ അറിയുന്ന കാലത്തോളം എല്ലാവരും പറയുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ. 2025 വരും, 2026 വരും, 2027 വരും, 2028 വരും, 2030 വരും. ഇതൊക്കെ ഈ പറയുന്ന വർഷങ്ങളൊക്കെ വരും എന്നുള്ള കാര്യം എനിക്കറിയാം. അത് നിങ്ങൾക്കും അറിയാമായിരിക്കും കേട്ടോ. ഏതാന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നപരിഹാരത്തിൽ ഒരുപാട് കളങ്കങ്ങൾ ഞാൻ കാണുന്നുണ്ട്. കാരണം ആ ഒരു കാശുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഈ ഇത്രയും 3 കോടി ജനങ്ങളിൽ നിന്ന് 11 പ്ലേയേഴ്സിന് അല്ലെങ്കിൽ 11 മികച്ച ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ആരുടെ വെറുപ്പേടുണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കാശുകൊണ്ട് 4 ജോത്സ്യന്മാരെ വെച്ചിട്ട് അങ്ങോട്ട് കബഡി എഴുതിയിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പ്രശ്നപരിഹാരം ഉണ്ടാകും. അല്ലാണ്ട് ഞാൻ എന്താ പറയുക, ഏതൊരു ടീമും ആദ്യമായിട്ട് വേൾഡ് കപ്പ് യോഗ്യത നേടിയ ടീമിലെ പ്ലേയേഴ്സിന് ഉസ്ബെക്കിസ്ഥാനിലെ പ്ലേയേഴ്സിന് എന്തോ കാറ് കൊടുത്തു. ഇത് വലിയ അത്ഭുതമൊന്നുമല്ല. കാറ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ടൊന്നുമല്ല. അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതേപോലെ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്. എന്ത് മാങ്ങാത്തോലി നോക്കിക്കൊണ്ടിരിക്കുകയാടേ. ഈ കബഡി ഇതുവരെയായിട്ട് നിരത്തി കഴിഞ്ഞില്ലേ? 2 പേരെയും കൂടി നല്ല പേര് പറഞ്ഞാൽ 2 പേരെയും വെച്ചിട്ട് കബഡി നല്ലോണം നിരത്തി. അല്ലെങ്കിൽ എന്തുകൊണ്ടാ